ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു വീഡിയോ വാട്ട് ഇഫ് സീസൺ 2 എപ്പിസോഡ് 7 എപ്പിസോഡ് 7th എപ്പിസോഡ് ദി എപ്പിസോഡ് എന്ന് പറയാൻ കാരണം തന്നെ ദിസ് ദസ് ഫാർ സം ഓഫ് മൈ ഫേവറേറ്റ് എപ്പിസോഡ് ഫ്രം മാർവൽ. ഇതുവരെ ഇറക്കിയിട്ടുള്ള ടോപ്പ് സീരീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡിൽ കൂട്ടാവുന്ന ഒരു തരം എപ്പിസോഡായി ഈ ഒരു എപ്പിസോഡ്. വാട്ട് ഇഫ് ഹെല ഫൗണ്ട് ദ ടെൻ റിങ്സ്. ടെൻ റിങ്സ് എന്നറിയാം ആരാണെന്ന്. ടെൻ റിങ്സിൻ്റെ പവർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹെല ആരാന്ന് എല്ലാവർക്കും അറിയാം. ഹെലയുടെ പവർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രണ്ട് പവറും രണ്ട് പേഴ്സണാലിറ്റീസും രണ്ട് ആൾക്കാരും കൂടി ഒന്നിച്ച് ചേർന്നാൽ എന്ത് സംഭവിക്കുന്നു ചിന്തിക്കാവുന്നേ ഉള്ളൂ. ചിന്തിക്കാവുന്ന അപ്പുറമാണ് സത്യം പറഞ്ഞത്. എനിക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ്. ആൻഡ് ഈ ഒരു എപ്പിസോഡ് വാസ് വാവ് അടിപൊളി. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു. എനിക്ക് മുമ്പത്തെ ഈ കഹോരിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു എപ്പിസോഡാണ്. ആൻഡ് കുറേ പേര് പറയുന്നു മറ്റേ പീറ്റർ ക്വിൽ അറ്റാക്ക്ഡ് ദ എർത്ത്സ് മൈറ്റിയസ്റ്റ് ഹീറോസ് 80s അവഞ്ചേഴ്സിനേക്കാൾ അത്ര എത്തില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നു ഫുള്ളി ഡിസഗ്രി. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ് സോ ഫാർ. ഇത് കുറേ പേര് പറഞ്ഞു ഫിനാലിൽ അത്ര പേരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു തേങ്ങയില്ല. ഫിനാലൊക്കെ ഒരു പാവില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫിനാലെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പത്തെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഫുള്ള് സാധനം കണ്ടു. അതുകൊണ്ടാണ് എനിക്ക് വയ്യായിരുന്നു. എന്നിട്ടും ഞാൻ ആ സാധനം കണ്ടു. എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും ഉണ്ടെങ്കിലുണ്ട്, ഞാൻ എടുക്കുന്നുള്ളത് എനിക്ക് വയ്യ. അപ്പോൾ നമ്മുടെ കഥ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഹെല ആസ് ഗോഡസ് ഓഫ് ഡെത്ത്, ഇത്രയും സുപ്രീം പവറുള്ളൊരു ബീയിങ്. ഗോഡസ് ഓഫ് ഡെത്ത് എന്ന് പറയുമ്പോൾ പവർ ഉണ്ടല്ലോ അത്യാവശ്യം. ഓഡിൻ തന്തപ്പിടിയുടെ ഓരോ കുത്തിക്കഴപ്പ് കാരണം പിള്ളേരെ വഴിതെറ്റിച്ചു. എന്നിട്ട് പിള്ളേർ അവരുടേതായ ഒരു പാർത്ത് ജേണിയിൽ പോകുമ്പോൾ തന്തമാർ പറയാ, മതി കളിച്ചത്, ബായോ വീട്ടിൽ പോവാ. ആ ഒരു മരത്തെ ഇടത്തരം കാണിക്കുന്നു. അതിൽ നമ്മൾ നമ്മുടെ തോർ റാഗ്നറോക്കിൽ കണ്ട സാധനം തന്നെ. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇതൊന്നും ഇല്ല. തോർ റാഗ്നറോക്കിൽ എങ്ങനെയാണ് അതിൽ കഥ പറയുന്നുണ്ട്, ദേ വർ ഫുള്ളി കോൺക്വസ്റ്റിംഗ് ദ 9 റെലംസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡയലോഗ് ഉണ്ട്, നിനക്ക് ഇത് എവിടെ നിന്നാണ് തോന്നണേ ഈ ഗോൾഡും സംഭവങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ നമ്മളെല്ലാം കട്ടുമുടിച്ച് ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയാണ് ഈ ഓടിനും എല്ലാവരും പുണ്യനേതാക്കളൊന്നല്ല അവർ. ആ പുണ്യനേതാക്കളല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടായ കുറേ ഷെയ്ഡി കാര്യങ്ങളെല്ലാം ഈ ഒരു ഹെല ഒന്നും കൂടി എൻകറേജ് ചെയ്തിട്ട് അവരുടെ ഒരു കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓടിൻ പറയുന്നത് നമുക്കൊന്ന് നോബിൾ ആവാം, സമാധാനപരമായി പോവാം. ഹെല പറയുന്നു വേണ്ട തന്തേ, ഞാൻ തന്നെ പൊക്കോളാം തന്തേ, ശരി തന്നെ. അപ്പോൾ നമ്മൾ തോർ 1 നമ്മുടെ ഹെംസ്വർത്ത് അല്ലെങ്കിൽ നമ്മുടെ തോർ ഓടിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് വർത്താനം പറയുമ്പോൾ തോറിൻ്റെ ഹാമർ വാങ്ങിച്ചിട്ട് ഒരു പറയുന്നൊരു സീനുണ്ട്. ആ സീന് ഇതുപോലെ തന്നെ നമ്മുടെ ഹെലയുടെ ഹെൽമെറ്റ് ഊരിയിട്ട് കൊണ്ടുപോകണം. അതും എല്ലാം ഞാൻ പറയാം. തോർ 1, റാഗ്നറോക്ക്, പിന്നെ ടെൻ റിങ്സ്, മറ്റേ ഷാങ്ചി, ഈ 3 സിനിമയാണ് ഇതിലുള്ളത്. പല റെഫറൻസും ഉണ്ട്. ആൻഡ് എനിക്കിഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്ചിയുടെ അമ്മയായിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള ആക്ഷൻ സീക്വൻസ് ഉണ്ട്. നമ്മുടെ ഓടിന് വന്നിട്ട് തല്ലുകൂടണതൊക്കെ, അതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടു സാധനം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവർ മാതിരി സ്ലോപ്പി ആർക്കോ വേണ്ടി കാര്യങ്ങളും പോലെ. അപ്പോൾ വലിയ കാര്യം കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക, അതാണ് ഇങ്ങനെ വീഡിയോ ഇടണേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ദൈവം ഇതെങ്ങനെ വൈറലായി കഴിഞ്ഞു. എങ്ങനെയില്ല കേട്ടാ, എനിക്ക് പറ്റാഞ്ഞിട്ടല്ല. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. 314 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, കുറച്ച് കൂട്ടി തയ്യ പ്ലീസ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഞാനിങ്ങനെ മെമ്മറി കളഞ്ഞ് വീഡിയോ ഇട്ട. അപ്പോൾ ബൈ, ഹാപ്പി ന്യൂ ഇയർ.